നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ കെ മുരളീധരനെ പിന്നിൽ നിന്നും കുത്തി പരാജയപ്പെടുത്തിയ 4 നേതാക്കളുടെ പേരുകൾ ചില മാധ്യമങ്ങൾ ഇന്ന് പുറത്തുവിട്ടു. KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 4 പേരുകൾ പുറത്തുവിടുന്നതെന്നാണ് ഈ ചാനലുകളുടെ അവകാശവാദം. മുൻ MP TN പ്രതാപൻ, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുൻ MLA മാരായ NP വിൻസെന്റ്, അനിൽ അക്കര എന്നീ 4 കോൺഗ്രസ് നേതാക്കളാണത്രേ കെ മുരളീധരൻ്റെ തോൽവിക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. ഇവർ BJP നേതാവും BJP സ്ഥാനാർത്ഥിയുമായ സൂപ്പർ താരം സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കരുക്കൾ നീക്കി എന്നാണ് KPCC അന്വേഷണ റിപ്പോർട്ട് ആരോപിക്കുന്നതെന്ന് 2 പ്രമുഖ ചാനലുകൾ ന്യൂസ് 18ഉം 24 ന്യൂസും പറയുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്നും ചന്ദ്രഹാസമിളക്കിയാണ് കെ മുരളീധരൻ തൃശ്ശൂരിൽ വന്നത്. സുരേഷ് ഗോപിയെ താൻ പച്ച തൊടിയിക്കില്ലെന്നും ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ താൻ തന്നെ വിജയിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് കെ മുരളീധരൻ പ്രചരണം ആരംഭിച്ചത്. പ്രചരണം ആരംഭിച്ച ആദ്യ ദിവസങ്ങളിൽ മുരളീധരന് വലിയ പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. എന്നാൽ BJPയുടെ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആ ഒരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ്റെ ആഴം മനസ്സിലാക്കാൻ കോൺഗ്രസിനോ കെ മുരളീധരനോ കഴിഞ്ഞില്ല എന്നാണ് സൂചന. ഏതായാലും കോൺഗ്രസ് നേതാക്കളെല്ലാം കെ മുരളീധരൻ്റെ കാര്യത്തിൽ നിശബ്ദരായിരുന്നു. ആരും അദ്ദേഹത്തിന് വേണ്ടി കാര്യമായി കഷ്ടപ്പെടാനൊന്നും ഇറങ്ങിയില്ല എന്നാണ് പറയപ്പെടുന്നത്. KPCC അന്വേഷണ കമ്മീഷൻ KC ജോസഫ്, INTUC പ്രസിഡന്റ് ചന്ദ്രശേഖരൻ, T സിദ്ദിഖ് MLA എന്നീ 3 പേരടങ്ങുന്ന അന്വേഷണ കമ്മീഷൻ ആണ് ഇദ്ദേഹത്തിൻ്റെ കെ മുരളീധരൻ്റെ പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പാർട്ടി നിയോഗിച്ചത്. ഇവർ KPCCക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ടിലാണ് 4 കോൺഗ്രസ് നേതാക്കളാണ് ഈ തോൽവിയുടെ ഉത്തരവാദിത്വമെന്നും ഈ 4 പേർ മാത്രമല്ല തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാർ മുഴുവനും കെ മുരളീധരനെ തോൽപ്പിക്കാനും സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനും ആവോളം ആഞ്ഞ് പരിശ്രമിക്കുകയായിരുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതെല്ലാം 2 പ്രമുഖ ചാനലുകൾ ഇന്ന് പുറത്തേക്ക് വിട്ട വിവരങ്ങളാണ്. ഏതായാലും ഇത് കോൺഗ്രസിൽ മറ്റൊരു പൊട്ടിത്തെറിക്ക് കാരണമാക്കിയിരിക്കുകയാണ്. അനിൽ അക്കര പറയുന്നത് തന്നെക്കുറിച്ച് വ്യാജ വാർത്തകളാണ് ഈ ചാനലുകൾ പുറത്തുവിടുന്നതെന്നും തനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. റിപ്പോർട്ടുണ്ടാക്കിയ കമ്മിറ്റിയുടെ ചെയർമാനായ KC ജോസഫ് ആകട്ടെ ഇത് തൻ്റെ റിപ്പോർട്ടല്ലെന്നും ആരോ ഫേക്കായി ഉണ്ടായ റിപ്പോർട്ട് ചാനലുകൾക്ക് കൊടുത്ത് കോൺഗ്രസിനെയും കെ മുരളീധരനെയും ഈ നേതാക്കളൊക്കെയുമൊക്കെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് പറയുന്നത്. എങ്കിൽ തന്നെയും ഈ 4 നേതാക്കൾക്കെതിരെ നേരത്തെ തന്നെ സംശയത്തിൻ്റെ മുനകൾ ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ കെ മുരളീധരൻ KPCCക്ക് ഇവരെക്കുറിച്ചൊരു പരാതി നൽകിയതായും സൂചനയുണ്ട്. ഏതായാലും കോൺഗ്രസ്സുകാർ ആഞ്ഞ് പരിശ്രമിച്ചാണ് സുരേഷ് ഗോപി അവിടെ 70,000 പരം വോട്ടിന് ജയിച്ചതും കെ മുരളീധരൻ 3ാം സ്ഥാനത്ത് പോയതും. അക്കാര്യത്തിൽ ഏതായാലും ആർക്കും സംശയമൊന്നുമില്ല. കാരണം അത്രയ്ക്ക് കോൺഗ്രസ്സുകാർ കഷ്ടപ്പെടാതെ കെ മുരളീധരൻ അവിടെ 3ാം സ്ഥാനത്ത് പോകില്ല, സുരേഷ് ഗോപി അവിടെ ജയിക്കില്ല. കോൺഗ്രസിൻ്റെ വോട്ടുകൾ വൻതോതിൽ BJP പക്ഷത്തേക്ക് ചോർന്നു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അത് പകൽ പോലെ സത്യവുമാണ്. മാത്രമല്ല കരിവന്നൂർ ബാങ്ക് കേസൊക്കെ BJPക്ക് വേണ്ടി നന്നായി ഉപയോഗിക്കാൻ കോൺഗ്രസ് അത് മുന്നോട്ട് വച്ചുകൊടുത്തു എന്ന് പോലും ഈ റിപ്പോർട്ടിൽ ആരോപണമുണ്ട്. ഏതായാലും ഈ റിപ്പോർട്ടിനെതിരെ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും, പ്രത്യേകിച്ച് അനിൽ അക്കരെ പോലുള്ളവർ ശക്തിയായ എതിർപ്പായി രംഗത്ത് വന്നിരിക്കുന്ന അനിൽ അക്കര 2 ചാനലുകൾക്കെതിരെ കേസും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഒരു കാര്യം വ്യക്തമാണ്, കോൺഗ്രസ് വോട്ടുകളാണ് അവിടെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത്. അത് ആ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുന്ന ആർക്കും ബോധ്യമാകും.